ഐസ മ്യാവ് എവിടെ? മ്യാവ് എങ്ങനെ കരിയ? ആ മ്യാവ് പറ. ഓ അല്ലാ, ഞാൻ ഇല്ലാത്തപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വന്നു. കൊച്ചും കൂടി ഒങ്ങിക്കോ, ഇത്തിരി കൂടി ഒങ്ങിക്കായാലും. ഇത് കണ്ടില്ല, ഇത് എപ്പോഴും പിന്നെ ഇത് കടന്നൽ കുത്തിയ പോലെ എങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. ഇത് നോർമൽ ഫേസ് ആണ്. നിങ്ങൾ വിചാരിക്കും കടന്നൽ കുത്തിയതായിട്ട്, സംഭവം അങ്ങനെയാണ്. ആരൊരാളെ കണ്ടിട്ടും ഓക്കെ, ഞാൻ ഇത് ഒറ്റക്ക്. അപ്പൊ ഗ്യാസ് ഇത് എല്ലാരും കാട്ടി മുന്നേ നമ്മളെ ഐസൂട്ടാൻ എണീപ്പിച്ച് കിട്ടോ. ഐസ എന്തേ ഇതിനെല്ലാവരും കാട്ടി മുന്നേ എണീക്കുന്നേ? ഓൻ നേരത്തെ ഉറങ്ങും ചെയ്യും, ഓന് നേരത്തെ എണീക്കുകയും ചെയ്യും. ഒന്നര 7 മണിക്ക് ഉറങ്ങി, ഇന്ന് 7 മണിയാകുമ്പോൾ എണീച്ചു ചെയ്തില്ലേ? അന്വേഷിച്ചിട്ട് എന്നോടെ എവിടെ ഇറങ്ങി, സ്റ്റെപ്പ് വന്ന് ഇറങ്ങി മോള് പോണ്ട. എനിക്കാവുന്നില്ല മോളിലൊക്കെ ഒന്ന് കയറാൻ. മോളിൽ ഒരു പ്രാവുണ്ട്, അതിന് വേണ്ടി കളിക്കുക മോളിൽ പോവാൻ. ഐസോന്റെ സൗണ്ട് എവിടെ പോയി? ഇന്നലെ ഐസ്ക്രീം ഒന്നില്ല ഈ ഇല്ലേ? ഇല്ല. ഈ അല്ല ഇന്നലെ ഐസ്ക്രീം ഒന്ന്. ഐസ മ്യാവ് എവിടെ? മ്യാവ് എങ്ങനെ കരിയ? ആ മ്യാവ് പറ. ഓ അല്ലാ, മ്യാവ്. ആ മ്യാവ് മ്യാവ് പറ. 2-3 വട്ടം പറയൂ, പിന്നെ നമ്മൾ പറയുന്ന തന്നെ അവൻ പറഞ്ഞു തരൂല. പൂച്ചതാ കരിയുക, നമ്മളെ പൂച്ചതാ ഇതിന്റെ ഉള്ളിലുണ്ട് ഗൈസ്. അപ്പൊ അതിനെ നോക്കിയിട്ട് ഓന് കരിയാണ്. കരിഞ്ഞോർക്ക് തീ നോക്ക, അവിടെ അടുപ്പുണ്ട്, അടുപ്പിലേക്ക് നോക്കി കുത്തി. ഐസോ പാപ്പ തിന്നണ്ടേ? നമ്മളെ മുത്താരി ഇപ്പൊ ഐസുവിന് കൊടുക്കല്, അതന്നെ അടുത്ത. കടാപ്പൂച്ച എന്നേ ഉള്ളു. അമ്മനോട് പുറത്തേക്ക് പോവാനാ പറയുന്നേ, പൂച്ചന്റെ അടുത്തേക്ക് പോവാനാ പറയുന്നേ. ഐസ അന്നെ പൂച്ച അപ്പം കടിക്കും മോനെ. എന്റെ ഏത് പൂച്ചാണ് പച്ചോനെ? കാടമ്പൂച്ചാണ്. കാടമ്പൂച്ച മ്യാവ് 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 കാടമ്പൂച്ച മ്യാവ്. നമ്മൾ ഐസോന് മുത്താറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ മുത്താറി ഇപ്പം ഞാൻ സെറ്റാക്കിയില്ല. അതിലേക്ക് പാല് മുത്താറി ഇട്ടിട്ടോ ഇനി ഇളക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ എനിക്ക് രാവിലെ മുത്താറിയാണ് കൊടുക്കല്. ഇടയ്ക്കൊക്കെ മുത്താറി തിന്നോളൂ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കും. പിന്നെ ചോറ് കൊടുക്കും. അപ്പോൾ ചോറ് ഓന് കുറച്ച് ഇങ്ങനെ തിന്നുന്നുണ്ട്. പക്ഷെ ഓന് ചേറെടുക്കാത്തതിനെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറായിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലൊക്കെയാണ് ഇപ്പോൾ തിന്നല്. അതിൽ തന്നെ ഇരുന്നിട്ടേ അപ്പം അതിൽ തങ്ങിയതിനെ കൊണ്ട് ഞാൻ അതിൻ്റെ ആ തയക്കം മാറ്റണം. അടുപ്പം ഞാനിപ്പോൾ കൊണ്ട് നടന്നിട്ടും ഞാനൊരു ചെയറിൽ ഇരുന്നിട്ടൊക്കെയാണോ എനിക്ക് കൊടുക്കല്. അപ്പം നമുക്കിത് ഉണ്ടാക്കണം, അതാണ് ഇനി പരിപാടി. അപ്പം ഗ്യാസ് നമ്മളെ ഇതാണ് ഈസുക്കുന്നത് കേട്ടോ. ശിവന്റെ തൊട്ടിലിയിലൊക്കെ കേക്കിന്. എന്തേനു ആരാ കാട്ടിയേ? എന്തിനാ പെണീറ്റ് വന്നെ? കുറച്ചും കൂടി വന്നോ ഇനിക്കൂടെ ഇനിയോ? കുറച്ചും കൂടി പറഞ്ഞ അല്ല കേട്ട് തുറങ്ങിക്കൂടെ ഇനിയോ? ഉമ്മൻ്റെ ഒക്കത്തെ ആരാളേ? അയച്ചുകാക്കേ ഫോൺ തട്ടി നോക്കുന്നു. എനിക്ക് കുറച്ചും കൂടി ഉറങ്ങിക്കോ, ഇത്തിരി കൂടി ഉറങ്ങിക്കോ. ഉറങ്ങൂല കാലൊക്കെ മേലോട്ട് കയറ്റി വെക്കുക അല്ലേ? എണീച്ചോട്. ഉറങ്ങില്ല, എണീച്ചോട്. എണീച്ചോട്. ഇപ്പം അടിച്ചൊക്കെ വാരിയോട്. നമ്മൾ അന്നോസ് എണീച്ചിക്കണ്. അതേപോലെ നെന്നും അപ്പുറത്തെ എവിടെതാ അത് നമ്മളെ ആയിസുകാക്ക. നെന്നോടെ പോയി നെന്നു ഇതാ എണീച്ച് വന്നിക്കുന്ന ഗേസ്. ഇപ്പൊ എന്താ എണീച്ചോട്. ഇതാണ് ഇപ്പൊ പണി. കട്ടുമ്പോ ചാടി കളിക്കുക. അന്നേരം എന്നോട് കച്ചറ കൂടിയതാണ്. ഇന്നലെ അന്നൂസായിട്ട് കച്ചറ ഓടിക്കുന്നു എസ്ലി അല്ലേ? എസ്ലി കരിഞ്ഞാളും അന്നൂസിനെ കാണുമ്പോ എസ്ലി കരിയും. ഇൻഷാലി ഞാൻ ഇപ്പൊ ചക്കരി അടിയൊക്കെ ആയിട്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ രണ്ടും കച്ചറ ഉണ്ടാക്കണത്. വീണോ
ഈ ആരെ മടിയിലാ കുത്തിരിക്കുന്നത്? ആരെ മടിയിലാ കുത്തിരിക്കണേ? മുറുക്കി പിടിച്ചോ. ഓള് നെളിയുന്നൊരു സംഭവാ. ആരാണ്? മാറ്റി സ്കൂളിൽ പോവാൻ നോക്ക്. ഇതാ മടിയിൽ കൊടുക്കേറ്റ് ഭയങ്കര കച്ചറ. എന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടണോ? വേണ്ട, ടീച്ചർ പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടരുത് എന്ന്. ആയിക്കോട്ടെ. പക്ഷെ എന്നോട് നേരത്തെ ഈ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക് ഇട്ട് തരണോന്ന്. എടാ അതിനിവിടെ കച്ചറ ചെയ്യുന്നല്ലോ അല്ലേ? അപ്പൊ നന്നൂനെ സ്കൂളിലൊക്കെ മാറ്റിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോ സ്കൂളിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഐസ് ഒറ്റക്കാവും. ഐസ അവിടുന്ന് ചീർപ്പെടുക്കാൻ വേണ്ടി അതവിടെ വെക്ക്. അപ്പിയാണത്. അവിടെ വെക്ക്. ആ നല്ല അത് പുറത്തേക്ക് വലിച്ചെണ്ണം ചെയ്ത്. ഇനിയിപ്പൊ ഐസ് ഇവിടെ ഒറ്റക്കാവൂല? ഐസ് ഇവിടെ ഒറ്റക്കാവൂലേ? ഐസ് കുളിച്ചില്ല. രാവിലെ ചെറുതായിട്ട് മേലേക്ക് ഇട്ടുള്ളൂ. ഉപദേശം പഠിക്കരുത്. മാമിയാണ്. കിറ്റൊന്നും വേണ്ട. കേറി കുത്തിരിക്കണ്ടല്ലോ വാപ്പി മോളോ. എന്നാ അപ്പൊ നന്നൂനപ്പം എല്ലാരും പെൺവേഷത്തിൽ നന്നൂനൊന്ന് കണ്ടാട്ടെ. അല്ലെങ്കിൽ ആണുങ്ങളെ വേഷത്തിലാണ് നന്നൂനെ കാണല്. പാന്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് എല്ലാരും വിചാരിക്കുന്ന ആൺകുട്ടിയാണെന്നാ. അപ്പൊ എല്ലാരും കണ്ടില്ലേ, ഇത് പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ ഇനി എപ്പോഴാ വരിക? 3 മണിക്കോ? 3:30 വരും കേട്ടോ. അപ്പൊ ടാറ്റ ഉണ്ടാ? ഓക്കെ. ഞാൻ ഐസ് ഒറ്റക്ക്. ആല്ലോ ഐസ് കുത്തിരിക്കണ നോക്ക്. ആല്ലോ പാവട്ടോ. ഐസുട്ടൻ ആരും ഇല്ല കേട്ടോ. കുത്തിരിക്കുന്നു. കിടന്ന് നമ്മളെ സിഗ്നേച്ചറാണിത്. കളി നമ്മുടെ മോനെ ആരുള്ള വച്ചോന്നെ. എജിലായിട്ട് കളിക്കാം നമുക്ക്. എജിലായിട്ട് കളിക്കാം. എണീച്ചാള് കുളിക്കാ. അതങ്ങനെയാണല്ലോ തിരിഞ്ഞു നിൽക്കുക. അപ്പൊ ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഈ വെള്ളിയാഴ്ച പോകണം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നോന്ന് പറഞ്ഞതാണ്. ആസികാക്ക് വിളിച്ച് കൊണ്ടുപോവാണ്. ഇതാ ഇന്ന് വെള്ളിയാഴ്ച ആയി. അമ്മക്ക് ഇനി ജുബുത്താത്ത വന്നിട്ട് ഇങ്ങോട്ട് വരാന്നും പറഞ്ഞിട്ട് അല്ല കൊണ്ടുപോണേ. സത്യം പറഞ്ഞു ആരോ ഒരു കമന്റ് ഇട്ടിക്കാണേ ഫർസ് ഇല്ലാത്തതിനെ കൊണ്ട് ആശ നല്ല എന്താ ചുറുചുറുപ്പ് വെച്ചിക്കണോ. തടിയൊക്കെ നല്ലോണം ഇതായിരിക്കുന്നു. ഞാൻ കേൾക്കുന്നത് തിന്നാൻ കഴിഞ്ഞ വീഡിയോയിലുള്ള കമന്റ് ആണത്. അതെന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞത്? നമ്മൾ എസ്ലീനെ ഇവിടെ വെച്ചിട്ട് പോവാട്ടോ. നമ്മൾ ഐസൂനെയും കൊണ്ടാ പോണ കേട്ടോ. എസ്ലി ഇവിടെ ഉറങ്ങാണ്. അപ്പൊ വണ്ടിന്റെ ഡിക്കിയിൽ ഇതാക്കുന്ന കൊറേ മാറാപ്പുകൾ അതിലൊന്നുമില്ല. പക്ഷെ പോകുമ്പോ എന്താന്നല്ലേ കൊറേ ചോറുണ്ട്, കറിയുണ്ട്, അതൊക്കെ കൊണ്ടാ പോകുന്നത്. കാരണം അവിടെ പോയിക്കാണെങ്കിൽ പറിച്ചു തീ കിട്ടൂല. അതല്ല ഇനിയിപ്പൊ ആടത്തെ ഉച്ച കഴിയൂല. അന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കണ്ടില്ല. ഇത് എപ്പോഴും പിന്നെ ഇത് കടന്നൽ കുത്തിയ പോലെ എങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. ഇത് നോർമൽ ഫേസ് ആണ്. നിങ്ങൾ വിചാരിക്കും കടന്നൽ കുത്തിയതായിരിക്കും. സംഭവം അങ്ങനെയാണ്. ആരൊരാളെ കണ്ടിട്ട് ഉമ്മന്റെ മുഖത്ത് കടന്നൽ കുത്തി. അതപ്പോ നമ്മള് ഇനി വീട്ടിൽ നിങ്ങൾ ആശികാക്ക് എന്തൊക്കെ ചെയ്ത് വെച്ചെന്ന് നമുക്കൊന്നും പറയാണ്ടില്ല. ഞാൻ വീടൊക്കെ നല്ല നീറ്റാക്കി കൊണ്ടുവന്ന വീടാണ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് അവിടെ എന്തൊക്കെ ആക്കി വെച്ചെന്നൊക്കെ നോക്കാം. വീടൊക്കെ നല്ല വീടാടെ ഉണ്ടോ? ആശികാക്ക് തന്നെ ആശികാക്ക് വൃത്തിയായിട്ട് വെച്ചാൽ ആശികാക്കനെ കൊണ്ട് തന്നെ ഞാൻ നന്നാക്കിക്കും. ഐസൂര് ഉറക്കി നമ്മളെ എസ്ലീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എസ്ലി തൊട്ടിലിയിലാണ്. എസ്ലീനെ ഇപ്പൊ ഒക്കെ കാറിലേക്ക് വെച്ചിട്ട് നമ്മൾ എസ്ലീനെ എടുക്കാൻ വരും. ലഗേജ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്തു. അപ്പൊ നമ്മള് സിഗ്നേച്ചർ കരച്ചിൽ കണ്ടില്ലല്ലോ. എസ്ലിന്റെ സിഗ്നേച്ചർ കരച്ചിലാണത്. കണ്ടോ? ആ കരച്ചിലാണ് സിഗ്നേച്ചർ കരച്ചില്. ആ മാമനായിട്ട് ഭയങ്കര മാമ എടുത്തോളം കരച്ചിലൊക്കെ നിൽക്കും കേട്ടോ. അതാണ് ഈ വരുന്നില്ലല്ലോ. ഇരുന്നട്ടോ ഞങ്ങള് പോവാണേ. മാമനെ കിട്ടിയ പിന്നെ ഓള് ടിവിയും കണ്ട് കളിയൊക്കെ കണ്ടുത്തിരിക്കും. ഫുട്ബോളൊക്കെ കണ്ടുത്തിരിക്കും. കളി കാണുമ്പോ തലോണ്ട് ഇങ്ങനെ ആട്ടും. അപ്പൊ ശരി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. ഓക്കെ മാമിയെ പോട്ടെ. എല്ലാരോടും പോവാണേ. അപ്പം ഗായ്സ് നമ്മളിതാ നമ്മളെ ആലിന്തറ വീട്ടിലെത്തി. പക്ഷെ ഇവിടെ എത്തിയിട്ട്
ഞാനിവിടെ വന്ന് കേറിപ്പോ ഞാൻ കണ്ടൊരു മുറ്റമൊക്കെ എന്ത് നല്ല ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ എന്റെ അതൊന്നല്ല ഞങ്ങളമ്മാരെല്ലാം കൂടി ആസിക്കൊക്കെ ചെയ്ത പണി നോക്ക്. അതായത് ഇതിന്റെ മൂട്ടില് ചെറുതായിട്ടൊന്ന് തീയിട്ടപ്പോ ഇത് വാടിപ്പോയി. അങ്ങേ തല വരെ ഒക്കെ ഒരു സൈഡ് മൊത്തം തേനീച്ചക്കൂടുണ്ട്. തേനീച്ചനെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ മൂട്ട് തീയിട്ടതാ, വേറെ പ്രശ്നം. അത് മൊത്തം ഒരു ഭാഗം കരിഞ്ഞു. എനിക്ക് സങ്കടാന്ന് ഇലൊക്കെ നോക്കി ഇതായി കിടക്കുന്നത്. അത് തയ്ക്കും ചെയ്യുമോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ നോക്കി ചെയ്ത പണി കാക്കുന്നത്. ഈ ചെടിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയ ചെടിയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് എന്തിന്റെ ഭ്രാന്തേനും മനുഷ്യൻ അവിടെ ഇല്ലാത്ത അപ്പൊ ഇവിടെ തീയിട്ടിട്ട് വീട് കത്തിക്കാൻ ഞാൻ വാങ്ങിക്കും. സന്തോഷം കൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടിയെന്നായിപ്പോയി. നീ വീട്ടിലൊന്ന് കയറി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കിയോട്ടെ. വീട്ടിലൊന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഗൈസ് ഇവിടൊക്കെ എന്തൊക്കെ മണക്കുന്നൊക്കെ. എനിക്ക് തോന്നുന്നു ആ തീയിട്ടന്നെ മണം എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നെന്ന് എനിക്ക് തോന്നുന്നത്. പുക മണക്കുന്നതൊക്കെ ഇതൊക്കെ ഞാൻ തൊട്ടച്ച് വൃത്തിയാക്കിട്ട റൂമൊക്കെ. തുറക്കുന്നതിന് സ്മെല്ലുണ്ട്, പൂട്ടി കിടുന്നതിന്റെ ഒരു സ്മെല്ലുണ്ട്. നിങ്ങൾ ഈ റൂമൊന്നും യൂസ് ചെയ്തിട്ട് ടി വി ഒന്നും കണ്ടില്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ കിച്ചണും കൂടി ഞാൻ കാണിച്ചാൽ കളന്തെങ്കിലും ആക്കിക്കണം നോക്കട്ടെ. ഐസ് അവിടെ കിടന്നു തുടങ്ങിയിട്ടുണ്ട്. കിച്ചൺ ഉണ്ടാക്കിക്കണം. കിച്ചൺ കുഴപ്പമൊന്നുമില്ല. ജ്യൂസ് ഗ്ലാസ് ഒക്കെ എന്തിനാ എടുത്തതായിരുന്നു? ജ്യൂസ് അടിച്ചു കുടിച്ച്. അത് ഞാൻ 3 ഗ്ലാസ് ഞങ്ങൾ 3 പേരുണ്ടായി. ഞാൻ ഇല്ലാത്തപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വന്നിട്ട് വലിയ കഥ പറഞ്ഞ് കുത്തിക്കുന്ന പണിയല്ലേ. ചായ കഴിച്ചിട്ട് മാത്രം ഒന്നും കഴിച്ചില്ല. പാൽപാത്രമൊക്കെ അങ്ങനെ തന്നെ കിടക്കണം. ഇതെന്താണ് ഇതൊക്കെ എന്താക്കിച്ചതാ? ഞങ്ങള് ദോശ എന്തോന്നും മനുഷ്യ. ഞാൻ ഇവിടെ ഒരാഴ്ച ഇല്ലാന്ന് കണ്ടപ്പോഴേ അറമാദിക്കാണല്ലേ നിങ്ങള്. അപ്പൊ ഗൈസ് ഇവിടെ എത്രയുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്ന വേറെ ഒന്നല്ല, എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അതിനെ കൊണ്ട് വന്നാണ്. അതൊക്കെ ഉണ്ട്. അന്നപ്പോ ഇനി ജൂത്താത വന്നാല് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ ജൂത്താത പറയും ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ വരുമെന്ന്. അപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അപ്പൊ ഞാൻ വരേണ്ടതാണ്. ഇതൊക്കെ കൈ മുമ്പിട്ട് ഇവിടെ ഒക്കെ ആക്കി വെച്ചിരിക്കണം. അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.